ഇന്ന് കുറച്ച് ചാമ്പയ്ക്ക കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതുകൊണ്ട് അച്ചാർ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ചാമ്പയ്ക്ക നമ്മൾ രണ്ടായിട്ട് കീറിയിട്ട് വെച്ചിട്ടുണ്ട്. പിന്നെ തക്കാളി, പച്ചമുളക്, ഇഞ്ചി, കറിവേപ്പിൻ്റെ ഇലയും കൂടി എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എണ്ണ ഒഴിച്ച് കടുകൊന്ന് പൊട്ടിയതിന് ശേഷം അതിലേക്ക് നമ്മൾ ഉലുവ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളകും കൂടി ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് റോസ്റ്റ് ആയിട്ട് വരുമ്പോൾ നമുക്കതിലേക്ക് പൊടികളൊക്കെ ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ മഞ്ഞൾപ്പൊടി, മുളക് പൊടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. അതങ്ങോട്ട് നന്നായിട്ട് മൂത്ത് വരുമ്പോൾ നമുക്കതിലേക്ക് നമ്മുടെ ചാമ്പയ്ക്ക ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ ചാമ്പയ്ക്ക ചെറിയ കഷ്ണമായിട്ടാണ് ഞാൻ മുറിച്ചിരിക്കുന്നത് കേട്ടോ. നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ എങ്ങനെ വേണമെങ്കിലും മുറിക്കാം കേട്ടോ. അപ്പോൾ അത് നന്നായിട്ടൊന്ന് ഒന്ന് ഇളക്കി കൊടുത്തിട്ട് നമുക്കതിലേക്ക് കറിവേപ്പിൻ്റെ ഇല ഇട്ട് കൊടുക്കാം കേട്ടോ. ഇനി നമുക്കതിലേക്ക് വേണ്ടത് വിനാഗിരിയാണ്. അപ്പോൾ കുറച്ച് വിനാഗിരിയും കൂടി ഒഴിച്ച് കൊടുക്കുക. വിനാഗിരി എന്ന് വെച്ചാൽ നമ്മൾ സൊർക്ക എന്നൊക്കെ പറയില്ലേ, അതാണ് സംഭവം. അതും കൂടി ഇട്ട് കൊടുത്ത് ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ട് കൊടുത്ത് ഒരു ചെറിയ കഷ്ണം കായം കൂടി ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. ഇനി ആ സുർക്കയുടെ വെള്ളം അങ്ങോട്ട് വറ്റി വന്നിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചാമ്പയ്ക്ക അച്ചാർ അടിപൊളിയായിട്ട് റെഡി ആയിട്ടോ.